റോഡ് സൈഡിൽ ഇതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് കണ്ടാൽ ഞാൻ വെറുതെ വിടാം. അവിടെ നിന്ന് 2-3 പീസ് ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിച്ച ശേഷം ഞാൻ എത്തിയിരിക്കുന്നത് വെറൈറ്റി ആയ ഒരു സ്ഥലത്താണ്. ഇക്കാണ് റിംഗ് ഒക്കെ ഉണ്ടാക്കണം നമ്മുടെ സന്തോഷന്റെ വീട്ടിൽ. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷേട്ടൻ. ഈ ഇരിക്കണതൊക്കെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കിണറിൽ ഇറക്കുന്ന റിങ്ങുകളാണ് കേട്ടോ. പലപ്പോഴും ഈ റിങ്ങുകൾ റോഡ് സൈഡിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിലാണ് ഇവിടെ വന്നത്. ആദ്യം തന്നെ 3 തരം മണ്ണുകൾ ഒരേ അളവിലെടുത്ത് ഈ മെഷീനിലിട്ട് അരച്ചെടുക്കും. അങ്ങനെ സ്മൂത്ത് ആക്കി എടുത്ത മണ്ണും കൊണ്ട് നേരെ പണിശാലയിലേക്ക്. ഇനി ബാക്കി പരിപാടികളൊക്കെ ഇവിടെ വെച്ചാണ്. ഇനി സ്മൂത്ത് ആക്കിയ മണ്ണിന്ന് കുറച്ച് പീസ് എടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കും. ഇതാണ് നമ്മുടെ റിങ്ങിന്റെ ബേസ്. നമ്മൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ എണ്ണ തേക്കില്ലേ, അതുപോലെ റിംഗ് ഉണ്ടാക്കുമ്പോൾ അച്ചിൽ നിന്നും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഓയിൽ പരട്ടി കൊടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ബേസ് എന്ന് പറഞ്ഞ സംഭവം അച്ചിന്റെ ചുറ്റോറും പിടിപ്പിക്കും. ഇനി റിങ്ങിന്റെ ചുറ്റോറും വെക്കാനുള്ള കളിമണ്ണ് ഇതുപോലെ കറക്റ്റ് സ്ക്വയർ ആക്കും. ശേഷം അത് എടുത്തു കൊണ്ടുപോയി പരത്തി വെക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അച്ചിന്റെ ചുറ്റോറും ഓരോ സ്ക്വയർ പീസും വെച്ച് ഒട്ടിക്കും. ഇനി ആ ഒട്ടിച്ചതൊക്കെ നല്ല അടിപൊളിയായിട്ട് മിനുക്കിയെടുക്കുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം വെച്ച് നനച്ചും PVC പൈപ്പിന്റെ ചെറിയ കഷ്ണമൊക്കെ വെച്ചിട്ടാണ് ഇതിങ്ങനെ മിനുക്കിയെടുക്കുന്നത്. അതിനുശേഷമുള്ള സംഭവമാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. അപ്പൊ തന്നെ അവർ അച്ചു പുറത്തേക്ക് എടുക്കും. അടുത്ത പരിപാടി റിങ്ങിന്റെ മുകളിലായി ഇതുപോലെ കട്ടിക്ക് കളിമണ്ണ് വെച്ചു കൊടുക്കുന്നതാണ്. അതും ഇങ്ങനെ നല്ലപോലെ മിനുക്കിയെടുത്ത ശേഷം ഈ ചൂളക്കെട്ടയുടെ അടുപ്പിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചു കൊടുക്കും. അന്നേ ദിവസം തന്നെ വെക്കില്ല കേട്ടോ, ഇത്തിരി ഉണക്കായതിനു ശേഷം മാത്രമേ വെക്കൂ. ഇതിനകത്ത് ഓൾറെഡി 2-3 റിങ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പുറത്തെടുക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങളെല്ലാവരും. സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ കിണറിന്റെ വ്യാസത്തിനനുസരിച്ചാണ് ഇവർ റിങ് സെറ്റ് ചെയ്ത് തരുന്നത്. കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവർ വർക്ക് ആയിട്ട് എടുക്കും. പിന്നെ ഇത് കിണർ ഇടിയാതിരിക്കാനും നല്ലതാണ്. അത് മാത്രമല്ല സന്തോഷട്ടം പറഞ്ഞ നല്ല കൂജയിലെ വെള്ളം പോലെ തന്നെ കിട്ടുന്നു. അത് പരീക്ഷിക്കാൻ റിങ് ഇറക്കിയ ഒരു കിണറ്റിലെ വെള്ളം ഞാനും കുടിച്ചു നോക്കി. പറയാതിരിക്കാൻ വയ്യ, നല്ല തെളിഞ്ഞ തണുപ്പുള്ള വെള്ളം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിലും സ്ക്രീനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കേരളത്തിൽ എവിടെയായാലും ഇവർ വർക്ക് ആയിട്ട് എടുക്കും. ഇത്രയുള്ളൂ. ടാറ്റാ.